السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല യൂനിവേഴ്സിറ്റിയിലുള്ള ശേഷം നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇംറാനിലെ 154-ാമത്തെ വചനമാണ് ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇദ് തുസ്ഇദൂന വലാ തലൂന അലാ അഹദിൻ വറസൂലു യദ്ഉകും ഫീ ഉഖ്റാകും ഫഅസാബകും ഗമ്മൻ ബിഗമ്മിൻ لكي لا تحزنوا على ما فاتكم ولا ما أصابكم والله خبير بما تعملون. ഇത് തുസ്ഇദൂന, നിങ്ങൾ കയറിക്കൊണ്ടിരുന്ന സന്ദർഭം. വലാ തലൂന, നിങ്ങൾ തിരിഞ്ഞ് നോക്കുന്നുമില്ല. അല അഹദിൻ, ആരെയും. വറസൂലു, ദൂതനാകട്ടെ, യദ്ഉകും, അദ്ദേഹം നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഫീ ഉഖ്റാകും, നിങ്ങളുടെ പുറകിൽ നിന്ന്. ഫ അസാബക്കും, അപ്പോൾ അവൻ പ്രതിഫലം തന്നു. ഗമ്മൻ ബി ഗമ്മിൻ, ദുഃഖത്തിനുമേൽ ദുഃഖം. ലികൈ ലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി. അലാ മാ ഫാത്തക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ. വലാ മാ അസാബക്കും, നിങ്ങൾക്ക് ബാധിച്ച ആപത്തുകളെപ്പറ്റിയും. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി അല്ലാഹു നല്ലവണ്ണം അറിയുന്നവനാണ്. ഇതാണ് ഇതിൻ്റെ വാക്കർത്ഥം. സന്ദർഭം ഉഹുദ് യുദ്ധമാണ്. അങ്ങനെ ആദ്യ സമയത്ത് സത്യനിഷേധികളായ ആളുകളെ വധിക്കുകയും അവർ കളം വിട്ടോടുകയും അങ്ങനെ യുദ്ധം ജയിച്ച പ്രതീതി ഉണ്ടാവുകയും ചെയ്ത സന്ദർഭത്തിൽ സത്യവിശ്വാസികൾ ഒരു നിമിഷം പ്രവാചകൻ്റെ നിർദ്ദേശങ്ങളെ പാലിക്കാതെ വന്നതിൻ്റെ പരിണിത ഫലമായി ഉണ്ടായ ചില സംഭവ വികാസങ്ങളാണ് നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നത്. ഇത് നമ്മൾ ഗൗരവമായി നോക്കിക്കാണുകയാണെങ്കിൽ മാത്രമേ ഇതിൽ നിന്നുള്ള ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ആണ് ഈ ഖുർആൻ, ഈ വചനം വായിക്കുന്നത്. നമ്മളുമായി ഈ ഖുർആന് എങ്ങനെ ബന്ധപ്പെടുത്താൻ കഴിയും? അങ്ങനെ ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഖുർആൻ്റെ യഥാർത്ഥമായ ആ സൗന്ദര്യം മനുഷ്യരിലേക്ക് എത്തിച്ചേരുന്നത്.
ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു കിണറുണ്ട്, കിണറിൽ ജലമുണ്ട്. ഒരു 100 വർഷം അല്ലെ 1000 വർഷം അല്ലെ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കിണറാണ്. ആ കാലഘട്ടങ്ങളിലെല്ലാം അതുവഴി കടന്നുപോയ ആയിരങ്ങൾ ആ കിണറ്റിൽ നിന്നും വെള്ളം കുടിച്ചിട്ടുണ്ട്. അത് അവരുടെ ദാഹം ശമിച്ചിട്ടുമുണ്ട്. എന്നാൽ ആ കുളം ഇപ്പോഴും, അല്ലെങ്കിൽ ആ കിണർ ഇപ്പോഴും അവിടെ ഉണ്ട്. അതിൽ നിന്ന് ജലം ഇപ്പോഴുള്ള ആളുകളാണ് കുടിക്കുന്നത്. അത് ആ പഴയ ജലമല്ല, ഇപ്പോഴുള്ള ആവശ്യത്തിനുള്ളതാണ്. ഇതുപോലെയാണ് വിശുദ്ധ ഖുർആൻ്റെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഏതേത് കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ജീവിക്കുന്നുവോ അതാത് കാലഘട്ടങ്ങളിൽ അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പര്യാപ്തമായ നിലയിൽ ജലം എങ്ങനെ ദാഹശമനം നടത്തുന്നുവോ അതുപോലെ വിശുദ്ധ ഖുർആൻ അതാത് കാലഘട്ടങ്ങളിലുള്ള ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ്. ഇവിടെ ഇത് തുസ്ഇദൂന, നിങ്ങൾ കയറിക്കൊണ്ടിരുന്ന സന്ദർഭം, വലാ തലൂന അലാ അഹദിൻ, ഒരാളെയും നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ അവർ നല്ല യുദ്ധമുതലുകൾ പറക്കാൻ വേണ്ടി അവരിട്ടിട്ട് പോയ ആയുധങ്ങളും സാധനങ്ങളും കൈക്കലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. വർ റസൂല് യദൂക്കും, എന്നാൽ പ്രവാചകൻ എന്ത് ചെയ്യും? അവരുടെ ഫിയ ഉഹ്റാക്കും, നിങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് വിളിക്കുന്നു, നിങ്ങൾ തൽസ്ഥാനം വിട്ടു പോകരുത്, നിങ്ങൾ അതാത് സ്ഥാനങ്ങളിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് പ്രവാചകൻ വിളിക്കുന്നുണ്ട്. പക്ഷേ അവരതൊന്നും ചെവിക്കൊണ്ടില്ല. ഫാസാബക്കും ഒമ്മൻ ബി ഒമ്മിൻ, അതിന് പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് അല്ലാഹു നൽകിയത് ദുഃഖത്തിന് മേൽ. എത്ര സഹാബാക്കളാണ് അവിടെ മരണപ്പെട്ട് വീണത്. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ യുദ്ധകാലത്തിൽ യഥാർത്ഥ സ്ഥലത്തൊന്നും ആളെ കാണുന്നില്ല. അതുകൊണ്ട് അവർ മറുവശത്തു കൂടി വന്ന് മുസ്ലിങ്ങളെ അരിഞ്ഞു വീഴ്ത്തുകയായിരുന്നു ചെയ്തത്. അവർ പോയി എന്ന് കരുതിയിരുന്നതാണ്, പക്ഷേ തൽസ്ഥാനങ്ങളിൽ നിന്നും മാറിയത് മൂലമാണ്. ഇത് നിങ്ങൾക്ക് വലിയ ഒരു ഗുണപാഠത്തിന് വേണ്ടിയാണ് ഈ ദുഃഖം നിങ്ങൾക്ക് തന്നത്. ലിക്കൈല തഹ്സനു അലാ മാ ഫാത്തക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതോർത്ത് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനോ, വലാമ അസാബക്കും, നിങ്ങൾക്ക് സംഭവിച്ച വിപത്തുകളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കാതിരിക്കുന്നതിനും വേണ്ടി നിങ്ങൾക്കൊരു ഗുണപാഠം ഇതിലൂടെ തന്നിരിക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്? അനുസരണക്കേട് കാണിക്കരുത്. സ്വന്തം നഫ്സിൻ്റെ ഇച്ഛകളനുസരിച്ചാണല്ലോ ഇന്ന് നമ്മൾ ഓരോരുത്തരും കഴിയുന്നത്, ഓരോ ഇടങ്ങളിൽ കഴിയുന്നത്. അല്ലാതെ നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്നും അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി നിലകൊള്ളണമെന്നുള്ള ഒരു ഉദ്ദേശം നമുക്കില്ല. നമ്മൾക്കെല്ലാം ഭൗതികമായ ഇച്ഛകളും താല്പര്യങ്ങളുമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഒറ്റപ്പെട്ട് എവിടേക്കോ എങ്ങനെയൊക്കെയോ ആണ് കഴിയുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമാക്കിക്കൊണ്ട് ദീനിന് സഹായകമായ നിലയിൽ പ്രവർത്തിക്കുവാൻ ആരാരെല്ലാം തയ്യാറാവുന്നു അവർക്കെല്ലാം അല്ലാഹു തആല അനുഗ്രഹങ്ങൾക്ക് മേൽ അവൻ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയുന്നു ലാസ്റ്റ് എന്താ? വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു തആല വെൽ അവെയർ. ഖബീർ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ അവൻ അറിയാൻ കേട്ടോ. ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നല്ലതുപോലെ അല്ലാഹു തആലയ്ക്ക് അറിയാം. അതിൻ്റെ പ്രതിഫലം അവൻ നിങ്ങൾക്ക് നൽകും. ഇവിടെ അവസരത്ത് ഖലീഫത്തുള്ള ഇതിന് നൽകുന്ന വിശദീകരണം, ദ ഫേറ്റ് ഓഫ് മെസ്സഞ്ചേഴ്സ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതന്മാരുടെ അന്തിമ ഫലം, ഫേറ്റ് എന്ന് പറയുന്നത് ഈസ് ടു അൻ എക്സ്റ്റെൻഡിലേക്ക് എല്ലാം ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. പ്രവാചകന്മാർക്കൊക്കെ കിട്ടുന്ന അവസാന ഫലം ഒരുപോലെയായി. വെന്നെവർ എ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ് കംസ്, എപ്പോഴൊക്കെ ആണോ ഒരു ദൂതൻ സമാഗതനാകുന്നത്, ആൻഡ് കാൾസ് ഔട്ട് ടു ദ പീപ്പിൾ, അവർ അള്ളാഹുവിൻ്റെ ആളുകളെ, ജനങ്ങളെ അവർ ക്ഷണിക്കുന്നു, ഇൻ ദ പാത്ത് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ വഴിയിലേക്ക്. ഓരോ ദൂതനും വരുന്നത് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക്, പാതയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ്. ആൻഡ് ടു ഒബേ ദ കമാൻഡ്സ് കമ്മിങ് ഡൗൺ ഫ്രം ദം ഫോർ ദം, അവർക്കായി അല്ലാഹു തആല ഇറക്കി കൊടുക്കുന്ന ആ കൽപ്പനകൾ, വചനങ്ങൾ അവർ അനുസരിക്കാൻ വേണ്ടിയാണ് അവരോട് ആവശ്യപ്പെടുന്നത്. ഫ്രം ദ ഹെവൻസ്, ആകാശങ്ങളിൽ നിന്ന്, ഉന്നതങ്ങളിൽ നിന്ന്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ഇറങ്ങുന്ന
അവർക്കായി അവതരിപ്പിച്ചു കൊടുക്കുന്ന ആ വചനങ്ങൾ, ആ ഉപദേശങ്ങൾ, ആ കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കൂ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ ദൂതന്മാരെ അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്നതും ജനങ്ങളിലേക്ക് നിയോഗിക്കുന്നതും. ഒൺലി എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ദം ലിസൺ. അതിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇത് ശ്രദ്ധിക്കുന്നത്. എന്തുവാണ് ഇവർ പറയുന്നത് എന്ന് പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞിട്ട് ഈ ഇഹലോകത്തിലുള്ള കാര്യങ്ങളിൽ വ്യാപിച്ച് അവർക്ക് തോന്നുന്നത് പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദുഃഖത്തിന് മേൽ ദുഃഖം, കഷ്ടതയ്ക്ക് മേൽ കഷ്ടം, പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം, കടത്തിന് മേൽ കടം. എന്താ നമുക്ക് കടമൊക്കെ പെരുകി പോകുന്നതിൻ്റെ കാരണങ്ങളുണ്ട്. സമൂഹം ഏർപ്പെടുത്തിയിരിക്കുന്ന അനേകം അനാചാരങ്ങൾ, വിദഗ്ധമായ കാര്യങ്ങളുണ്ട്. അതിനെല്ലാം നമ്മൾ പണം കൊണ്ട് കൊടുത്തെങ്കിലേ വെക്കൂ. ഒരാൾ പ്രസവിച്ചു പോയാൽ, ഒരാളൊന്ന് മരണപ്പെട്ടു പോയാൽ, ഒരാൾ 3, 11, 41 വർഷമോ ഒക്കെ ആകുമ്പോൾ പിന്നീട് അവരുടെ വിവാഹം, അതിൻ്റെ ആലോചന, അതിൻ്റെ കൊടുക്കൽ, അതിൻ്റെ വാങ്ങൽ, ഇങ്ങനെ സമൂഹം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് നൂലാമാലകളുണ്ട്. കല്യാണമാണെങ്കിൽ അതിൻ്റെ തലേന്നേ പാർട്ടി, പിറ്റേന്ന് പാർട്ടി, അതിൻ്റെ പിറ്റേന്ന് പാർട്ടി, ഇങ്ങനെ ധനത്തിൻ്റെ കൊഴുപ്പ്. ഇതെല്ലാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസകൾ മനസ്സോടായിരിക്കും ഈ ക്ഷണിച്ചു എന്നും പറഞ്ഞ് പോയി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഈ സമൂഹം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ തിന്മകൾക്കെതിരെ പോരാടാനായിട്ടാണ് അള്ളാഹു സത്യവിശ്വാസികൾ കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഉത്തമമായ സമുദായമാണ്, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും നന്മ പ്രവർത്തിക്കുകയും തിന്മയെ നിരോധിക്കുകയും അത് പാടില്ല എന്ന് പറയുകയും ചെയ്യുന്ന സമൂഹമാണ്. അങ്ങനെയുള്ള ഉത്തമമായ സമൂഹം, ഈ സമുദായം ഈ ലോകത്തിന് വെളിച്ചമായി മാർഗമായി നിൽക്കേണ്ടതാണ്. ഇത് വല്ലതും നമ്മുടെ ഭാര്യമാരുടെ അടുത്തോ മക്കളുടെ അടുത്തോ വല്ലതും പറഞ്ഞാൽ കേൾക്കും. ഈ ഗ്രന്ഥം ഉണ്ടെങ്കിലല്ലേ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ഒരു പ്രവാചകൻ കൂടെ ഉണ്ടായിരിക്കെ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ഓരോ ദൂതന്മാരും വരുന്നത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് വരുന്ന ദൈവീക കൽപ്പനകളെ, വചനങ്ങളെ, ഉപദേശങ്ങളെ തങ്ങളുടെ ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. വൈൽ അതേഴ്സ് സ്കോഫ് അറ്റ് ദീസ് മെസ്സേജസ്, ഈ വചനങ്ങളെ ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് കളയുന്ന ആളുകളുണ്ട്. വൈൽ അതേഴ്സ് സ്കോഫ് അറ്റ് ദീസ് മെസ്സേജസ്, ഈ വചനങ്ങളിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, കാലത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണ്ടേ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് തടിതപ്പി പോകാൻ നോക്കും. ദ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതൻ ഫീൽസ് ഡീപ്ലി ഹാർട്ട്. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വളരെ വലിയ വിഷമമാണ് വരുന്നത്. തങ്ങളുടെ ആളുകൾ, തങ്ങളുടെ സമുദായം, തങ്ങളുടെ ആളുകളെന്ന് കരുതിയിരുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ ദൂതൻ, ദ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ് ഫീൽസ് ഡീപ്ലി ഹർട്ട്, അവ ഹൃദയത്തിന് മുറിവേൽക്കുകയാണ്. വെനെവർ ഹിസ് പീപ്പിൾ ടേൺ ദെയർ ബാക്ക്, ആളുകളൊന്നും ഇതൊന്നും സ്വീകരിക്കാതെ കണ്ട് അവർ പിന്തിരിഞ്ഞു പോവുകയാണ്. ആൻഡ് ലീവ് ഹിം എലോൺ, എന്നിട്ട് അദ്ദേഹത്തിനെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുക എന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ ഇത് അദ്ദേഹത്തിന് വളരെയധികം മനപ്രയാസം ഉണ്ടാകുന്നു. ഈ ആളുകൾ ഇത്തരത്തിലുള്ള തോന്നിവാസം കാണിക്കുന്നല്ലോ എന്നുള്ളത്. അതുപോലെ പ്രവാചകന് വല്ല നഷ്ടമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. എന്നാലും ഞാൻ ഈ മെസ്സേജ്, ഈ നന്മ, ഈ നല്ലത് അവർക്ക് സംഭവിക്കാൻ വേണ്ടി, ഉണ്ടാകാൻ വേണ്ടിയുള്ള ഈ അതിമഹത്തായ ഉപദേശങ്ങൾ നൽകിയിട്ട് അത് സ്വീകരിക്കാതെ അവർ ധിക്കാരികളും നിഷേധികളുമായി പോകുന്നല്ലോ എന്നോർത്ത് അദ്ദേഹം ദുഃഖിതനാണ്. ഹിയർ ഇൻ ദിസ് കേസ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം, ഇറ്റ് ഈസ് അബൌട്ട് ദോസ് ഹൂ സെഡ് ദേ ബിലീവ്, വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവരെ പറ്റിയാണ്. അവരെല്ലാം വിശ്വാസികളാണെന്ന് പറഞ്ഞാണ് ആ യുദ്ധ വേളയിൽ അവിടെ എത്തിയത്. ബട്ട് വെൻ ദേ സാ ഡേഞ്ചർ, ഒരു അപകടം അവർ മുന്നിൽ കണ്ടപ്പോൾ, ഡെസ്പൈറ്റ് ദ കാൾ ഓഫ് ദ പ്രോഫറ്റ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതൻ്റെ വിളി ആ കാര്യത്തിൽ ഉണ്ടായിട്ടും, ദേ ഫിയർഡ് ഡെത്ത്, അവർ മരണത്തെ ഭയപ്പെട്ടു. സോ മച്ച് ദാറ്റ് ദേ ഡിസ്റിഗാർഡഡ് ഹിസ് കാൾ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്ഷണത്തെ, അദ്ദേഹത്തിൻ്റെ വിളിയെ അവർ ആദരിച്ചില്ല.
നോട്ട് ടു അബൻഡൻ ദ ബാറ്റിൽ ഫീൽഡ് ആൻഡ് ഹിറ്റ്സ് ഇൻസ്ട്രക്ഷൻസ്. അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങളെ നിങ്ങൾ തള്ളിക്കളയരുതെന്നും യുദ്ധക്കളം വിട്ട് നിങ്ങൾ പോകരുത് എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അവർ അത് കേട്ടില്ല, അനുസരിച്ചില്ല. Therefore, ആയതിനാൽ അല്ലാഹ് ഗേവ് എ സെക്ഷൻ ഓഫ് ദം ഗ്രീഫ്. അതുകൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് അല്ലാഹു ദുഃഖം കൊടുത്തു. ഇൻ റെസ്പോൺസ് ടു ദ ഗ്രീഫ് ദേ ഗേവ് ഹിസ് മെസ്സഞ്ചർ. അവരുടെ ദൂതന് അവർ നൽകിയ പ്രയാസം മൂലം അവരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്ക് അല്ലാഹു ദുഃഖം ഇട്ടുകൊടുത്തു. അവർക്ക് വളരെ വലിയ നഷ്ടങ്ങൾ, സ്വന്തം ആൾക്കാർ മരണപ്പെട്ടു പോകാം, ധനനഷ്ടം വരാം, പ്രയാസങ്ങൾ വരാം. എന്തെല്ലാം നേടി എന്ന് പറഞ്ഞാലും തൻ്റെ ഒരാളങ്ങ് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അത് അവർക്ക് വലിയ പ്രയാസമാണ്. അങ്ങനെ പ്രവാചകന് നിങ്ങൾ ദുഃഖം കൊടുത്തതിൻ്റെ പരിണിത ഫലമായി നിങ്ങൾക്ക് ദുഃഖത്തിന് മേൽ ദുഃഖം നേട്ടു. അല്ലാഹ് ഡിഡ് ദിസ്, അല്ലാഹു തആല ഇത് ചെയ്തത് സോ ദാറ്റ് ദേ മേ റിയലൈസ് ദെയർ മിസ്റ്റേക്ക്, അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവർക്ക് ആ പ്രയാസം ഇട്ടുകൊടുക്കുക. ആൻഡ് റിട്ടേൺ ടു ദ ഇൻ റിപ്പൻറ്റൻസ്, എന്നിട്ട് അവർ പശ്ചാത്തപിച്ച് ടു ഹിം, അള്ളാഹുവിലേക്ക് മടങ്ങി വരണം, തെറ്റ് തിരുത്തി വരണം. അതിനു വേണ്ടിയുള്ള ഒരു അവസരമാണ്. ഫോർ ദെയർ കോവർഡേയ്സ് ആൻഡ് ഡിസൊബീഡിയൻസ്, അവർ കാട്ടിയ ഭീരുത്വത്തിനും അവർ കാട്ടിയ അനുസരണക്കേടിനും ഫലമായിട്ടാണ് അവർക്ക് ഈ ദുഃഖം കൊടുത്തത്. അതുകൊണ്ട് അവർ തെറ്റ് മനസ്സിലാക്കി തിരുത്തി ഉറച്ചു നിൽക്കുക. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഉറച്ചു നിൽക്കണം, അല്ലെങ്കിൽ കളം വിട്ട് പോയി കളയണം. ഇത് രണ്ടുമല്ലാത്ത നിലയിലുള്ള അവസ്ഥ വളരെ പരിതാപകരമായ ജീവിതമായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഇഹലോകത്തും രക്ഷപ്പെടത്തില്ല, ആ പരലോകത്തും രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് ഇഹലോകത്ത് എത്ര പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ഞാൻ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും അവൻ്റെ കൽപ്പനകളിലും അടിയുറച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അടിയുറച്ച് തന്നെ നിൽക്കണം. അതല്ലെങ്കിൽ ഞാനിതില്ല, ഒരു വിഷയവുമില്ല. അല്ലാഹു തആലക്ക് ഒരു നിർബന്ധവും ഇല്ല, സത്യവിശ്വാസികൾക്കും നിർബന്ധമില്ല ഇതിനകത്ത് നിൽക്കണം. നിൽക്കേണ്ടതുപോലെ നിൽക്കുക. ഇതാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ നിർത്താൻ വേണ്ടി അല്ലാഹു തആല ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ അവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കും. അവരുടെ കർമ്മഫലമായി thereafter he forgave them, അങ്ങനെ അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തു. ആൻഡ് ചേഞ്ച്ഡ് their grief, അവരുടെ ദുഃഖങ്ങൾ മാറ്റി into relief, അങ്ങനെ അവർക്ക് ആശ്വാസത്തിലേക്ക് അവർ മടങ്ങി. സോ ദാറ്റ് ദേ മേ നോട്ട് ഫീൽ എംപ്റ്റി, അപ്പോൾ അവർക്ക് ഒരു ഒന്നുമില്ലായ്മ എന്ന പറയുന്ന ഒരു ഫീലിങ് അവർക്ക് ഇല്ലാതെ അങ്ങനെ വരില്ല. എല്ലാം പോയി എന്ന് കരുതി എന്നിടത്ത് എല്ലാം കിട്ടിയ ഒരു ആശ്വാസം. സാഡ് ആൻഡ് ഡിസ്കറേജ്ഡ്, അവരുടെ ദുഃഖവും അവരുടെ ധൈര്യമില്ലായ്മയും, ദാറ്റ് ദേ ലോസ്റ്റ് ദ ബാറ്റിൽ, ആ യുദ്ധത്തിൽ അവർക്ക് അതെല്ലാം പോയതായിരുന്നു. ആൻഡ് ദ ബൂട്ടീസ് വിത്ത് ഇറ്റ്, അതിൽ നിന്നുള്ള സാധന സാമഗ്രികൾ, യുദ്ധമുതലുകളും. ആൻഡ് ദാറ്റ് ദേ ഷുഡ് റാദർ താങ്ക് അല്ലാഹ്, അതുകൊണ്ട് അവർ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തേണ്ടതാണ്. മീഡിയേറ്റ് ഓൺ ദെയർ ഒബ്നോക്സിയസ് ബിഹേവിയർ, അവരുടെ അപ്രിയമായ അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് അവർ അവർ ചിന്തിക്കേണ്ടതാണ്, പര്യാലോചിക്കേണ്ടതാണ്, വീണ്ടും പുനരാലോചന നടത്തേണ്ടതാണ്. അവരുടെ ഒബ്നോക്സിയസ് ബിഹേവിയർ, അവരുടെ അപ്രിയമായ മോശമായ അവരുടെ പെരുമാറ്റങ്ങളുണ്ടല്ലോ, എന്നിട്ട് ആൻഡ് റിഫോം ദംസെൽവ്സ്, അവർ സ്വയം സംസ്കരിച്ച് നല്ലവരായി തീരാൻ ശ്രമിക്കേണ്ടതാണ്. തെറ്റെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ശരി കണ്ടെത്തി ആ ശരിയിലൂടെ തന്നെ മുന്നേറാനുള്ള ശ്രമം നടത്തേണ്ടതാണ്. അതല്ലാതെ നമുക്ക് ആകാശത്തെ കീഴ്പ്പെടുത്താനോ ഭൂമിയെ പിളർത്തി കളയുവാനോ സൂര്യചന്ദ്രന്മാരെ ഇല്ലാതാക്കുവാനോ ഇവിടെ എന്തെങ്കിലും നമുക്ക് വന്ന ഒരു രോഗത്തിനെ ഒന്ന് മാറ്റുവാനോ നമുക്ക് വന്ന ക്ലേശത്തെ നമ്മളിൽ നിന്നും മാറ്റുവാനോ ഒന്നിനും നമുക്കൊരു കഴിവുമില്ല കേട്ടോ. ഇതെല്ലാം എക്സ്റ്റേണലായിട്ട് കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് അല്ലാഹു തആല പ്രവഹിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും അവൻ്റെ അനുഗ്രഹവർഷം തുടർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടുമാണ്. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഈ വായു പ്രവാഹം അത് എക്സ്റ്റേണലായിട്ട് നിൽക്കുകയാണ്. അതിനെ ഇൻറ്റേർണലായിട്ട് കടത്തി വിട്ടതിന് ശേഷമാണ് ഇതൊക്കെ കാണാനും കേൾക്കാനും സംസാരിക്കാനും ചിന്തിക്കുവാനും ഗ്രഹിക്കുവാനും ഒക്കെ മനസ്സിലാക്കുവാനുമുള്ള പവർ തന്നിരിക്കുന്നത്. ഇതൊന്നും നമുക്കൊരു കഴിവും ഇല്ല.
നമുക്ക് ഈ ശരീരത്തിൻ്റെ ഏതൊരു അവയവവും വർക്കിംഗ് നടത്തണമെങ്കിലും ഈ എക്സ്റ്റേണലായിട്ടുള്ള ഫോഴ്സ് നമ്മളിലേക്ക് ആവാഹിച്ചു തരുന്ന അള്ളാഹുവിൻ്റെ അവൻ്റെ ആ കഴിവ് നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിലും പറ്റും. നമ്മൾ ശ്വസിക്കുന്ന വായു, ഇപ്പം വായുവിൻ്റെയൊക്കെ വില മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട്, എത്ര രൂപയാണെന്ന് ഒരു മണിക്കൂർ ശ്വസിക്കണമെങ്കിൽ. അങ്ങനെ അവൻ കരുണാമൂർത്തിയായ അള്ളാഹു അവൻ്റെ കാരുണ്യവർഷം മനുഷ്യരിലേക്ക് നൽകിയിരിക്കുന്നു. അവൻ്റെ ഭാഗമാണ് നമ്മൾ, അവനിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരാണ്. ആ സത്തയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സത്ത നമ്മളിൽ നിന്നും അപ്രത്യക്ഷമായി കഴിയുമ്പോൾ ഈ ബോഡി ഇതുപോലെ തന്നെ നമ്മൾ കാണും, പക്ഷേ സംസാരിക്കില്ല, കാണില്ല, കേൾക്കില്ല. പിന്നെ അതിന് വാടയായിരിക്കും. പിന്നീട് അതിനെ എത്രയും വേഗം ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ആഴ്ത്തിക്കളയുന്നതിനാണ്. അതുവരെ സ്നേഹിച്ചിരുന്ന എല്ലാവരും കൂടി ചേർന്ന് അവനെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയും. അതുകൊണ്ട് നാം മരിച്ചുപോയി എന്ന് പറയും. അപ്പോൾ ആളവിടെ കിടപ്പുണ്ട്, ബോഡി അവിടെ ഉണ്ടെങ്കിലും പറയും ആൾ മരിച്ചു പോയി എന്ന്. അപ്പം നമ്മൾ അത്തരത്തിലുള്ള ഒരു ലൈഫാണ്. ഇനി ഇഹലോകം അത്രയേ ഉള്ളൂ. എന്നാൽ ഈ ആത്മാവ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും വന്നതാണ്, അവനിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടതാണ്. അതിൻ്റെ പരിശുദ്ധിയോടുകൂടി തന്നെയാണ് അവൻ മടങ്ങിപ്പോകേണ്ടത്. അതിനുവേണ്ടി ഇനി നമ്മൾ പാരത്രിക ലോകത്തിലുള്ള പല ചികിത്സകളും നേരിടേണ്ടി വരുന്ന അദാബുകളെക്കുറിച്ചൊക്കെ മുൻകൂട്ടി അറിവ് തന്നിട്ടുണ്ട്. അതിനെ മറികടന്നു പോകുന്നതിന് വേണ്ടി അല്ലാഹു തആല നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ഈ വചനങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തി തങ്ങളുടെ ജീവിതത്തിൽ രാത്രികാലങ്ങളിൽ ഏകാന്തതകളിൽ ഇത് പാരായണം ചെയ്യുകയും പകൽ സമയങ്ങളിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഭക്തന്മാരായി നമ്മൾ ഓരോരുത്തരും മാറട്ടെ. അതിനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വചനവുമായി നമുക്ക് സംസാരിക്കുന്നതാണ്. ജസാക്കല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.